അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വർക്കലയിലൊരു സ്റ്റേക്കേഷൻ ചെയ്യുക എന്നത്. പലപ്പോഴും ലീവിന് വരുമ്പോൾ അത് സാധിക്കാറില്ലായിരുന്നു. ബട്ട് ഇത്തവണ സംഹൗ വി മാനേജ്. വന്നിരിക്കുന്നത് ബ്ലാക്ക് ബീച്ചിലുള്ള സൺവ്യൂ ബീച്ച് റിസോർട്ട് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. പിന്നെ ഇവിടെ നിന്ന് 15 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ ക്ലിഫിലേക്ക്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഒരു 30 മിനിറ്റ്സ് ബൈ കാറിൽ വരാമെന്നുള്ള അത്ര ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് വലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചാണ്. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇടത്തോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും വെൽക്കം ടു അവർ സ്റ്റേക്കേഷൻ ആൻഡ് സൺ വ്യൂ ബീച്ച് റിസോർട്ട് ആൻഡ് സ്പാ. സ്വിമ്മിംഗ് പൂൾ ടൈം വന്നിട്ട് രാവിലെ 9 തൊട്ട് രാത്രി 9 വരെ. എൻഡിലുള്ള റൂഫാണ്. അതാണ് റെസ്റ്റോറന്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് നാളെ രാവിലെ. അത് 8:30 to 10:30. ഇവിടെ കൂടെ ഇറങ്ങാം അല്ലേ? ക്ലിഫ് നടന്നു പോവാ. ആ കാണുന്ന ഹെറിറ്റേജ് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ലഗേജ് കൊണ്ട് വെച്ചിട്ട് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പൂളിലേക്ക് പോകാൻ. മെയിനായിട്ട് നമ്മൾ വന്നത് തന്നെ ഈ ചൂടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് പൂളിൽ കിടക്കാനാണ്. ഇത് മറിയൂലടാ, ബോട്ട് കണക്കാണ്, മറിയൂല. ഇതാണ്ട് മലന്നോ കിടന്നോ കിടന്നോ കടാ കടാ കിടടാ ധൈര്യമായിട്ട്. മുങ്ങിപ്പോ കേട്ടോ. നരസിംഹം ധാരാളം സിംഹം. അത് ആദിച്ചി ആകാശം ദൂരെ ദൂരെ. ഇനി അങ്ങനെ കാണിക്കല്ലേ? ഒരു ലൈറ്റ് ഇട്ടാ അതിന്റെ അടിയില്. പോയി കിടന്നുകൂടെയായിരുന്നു. അതാണ് പറഞ്ഞത്. പക്ഷെ പുള്ളികൾ ചൂടാണ്. ഇത് ഇങ്ങനെ കറങ്ങുന്ന കാല് കഴുകിത്താവുന്ന. പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട്. നീന്തിയൊക്കെ വരുന്നുണ്ട്. അത് ഒന്നാണ് നീന്തി പോവാ. നീന്തി വാ, ഓടിയോ. കാലിട്ടാക്കിയാൽ മതി. അപ്പം വരും. നേരത്തെ വന്നല്ലേ. ആ പപ്പ എടുത്തോട്ടോ, ഓടിയോ. പപ്പ എടുത്തോ. കാലിട്ടടി കാലിട്ടടി. ഞാൻ മുങ്ങി ഉടനെ നീ റെക്കോർഡ് ആയിക്കോ. അത് ഇങ്ങോട്ട് നോക്കടാ. നമ്മള് ബ്ലോഗിന് എടുത്തില്ലല്ലോ. ചായ കുടിച്ചു. ചായ വാവ്.
നമ്മളിപ്പോ എവിടെയുള്ളേ? ഏകദേശം ഒരു 5 years മുമ്പ് ഞാനിവിടെ വന്നപ്പോ അതാണ് നമ്മുടെ റൂം. എവിടെയാണ്? ഹെറിറ്റേജ് റൂം, ഷവർ റൂം. ഞാനൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ സമയത്ത് ഫസ്റ്റ് കിട്ടുമ്പോ ഇവിടെ എവിടെയോ വെച്ചിട്ട് മറ്റുള്ള കാപ്പിൽ ബീച്ചില്ലേ അവിടെ വെച്ചിട്ടാണ് എനിക്ക് കോള് വരുന്നത് കേട്ടോ. അതിങ്ങനെ എന്റെ പണി നടക്കുമായിരുന്നു ഈ ബീച്ചിന്റെ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു ഇവിടേക്ക് ഒന്ന് താമസിക്കണം. യൂണിവേഴ്സ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വെച്ചേക്കും. നമ്മൾ മറന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് മറക്കില്ല. അപ്പൊ 5 years ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തി. പേടിച്ചോയാ? അത് സഹദു തള്ളി ഇങ്ങോട്ടേക്ക് വിട്ടാണ്. ഞാൻ നിന്റെ കൂടെ വരാനാണ്. ഗൈസ് ഇങ്ങോട്ട് വെക്ക്. ഗൈസ് കാറ്റ് പോയി എന്തിനു പിടിച്ച് തുറക്കില്ല കേട്ടാ, കാറ്റ് പോവും. സത്യത്തിൽ ഈ ഒരു മൊമെന്റ് ഫ്രീസ് ചെയ്യിക്കണം. കാല് താക്കുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ പഠിച്ചാ നീ? നീന്തി പന്നേ നീന്താ പഠി. പൂളിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും ഏകദേശം നല്ല ലേറ്റായി. ഓൾമോസ്റ്റ് ഒരു 8:30 വരെ നമ്മൾ പൂളിലുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് ഫ്രഷായി കുളിച്ചൊന്ന് റെഡിയായിട്ട് പിന്നെ നമ്മൾ മഴ ആയത് കാരണം നമ്മൾ വിചാരിച്ചു നടന്നു വരാമെന്ന്. ബട്ട് മഴ ആയത് കാരണം പിന്നെ നമ്മൾ കാറിലാണ് വന്നത്. അതും ഓൾമോസ്റ്റ് 15 minutes ഇല്ല. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളെപ്പോഴും ക്ലിഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ പോയാലും അവിടെ കയറി അറ്റ്ലീസ്റ്റ് ഒരു ജ്യൂസെങ്കിലും കുടിച്ചിട്ടേ നമ്മൾ വരാറുള്ളൂ. എല്ലാം വലുതാക്കി. കൊള്ളാവോ? പൈനാപ്പിൾ ജ്യൂസ് പറയാം. കഴിച്ചോ അത് ലോബ്സ്റ്റർ. Jack.
ഈ സെക്കൻഡ് വി ആർ ഗോയിങ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിന്. എന്തായാലും പോവുകയാണ്. നമ്മൾ രാവിലെ എണീറ്റ് പോകാനുള്ള നമ്മളാണ്. ഒരുപാട് പ്ലാൻസൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ പ്ലാൻസുകളൊന്നും നടന്നില്ല അക്കോർഡിംഗ് ടു അവർ പ്ലാൻസ് ബിക്കോസ് ഓഫ് ദീസ് ടു പീപ്പിൾ. നടന്നുണ്ടല്ലേ രണ്ടെണ്ണം. യാരിത് ജാക്ക ഹോട്ടലുകളിലെ മുട്ട ഉണ്ടല്ലോ, കറക്റ്റ് ഇങ്ങനെ ആക്കുമ്പം 2 വരും. ഇത് പക്ഷെ എൻ്റെ കണ്ണ് വിട്ടിട്ടാണ് തോന്നുന്നത്, ഇത് ഇങ്ങനെ 2 എന്നോട് ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് ചോദിക്കാം. How is the breakfast at home? Breakfast is good, normal. Yeah. കഴിക്കാൻ പറ്റുന്ന അത്ര. ഇതൊക്കെ സാധ്യത അങ്ങ് തുടച്ചു വിട്. ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സാമ്പാർ അടിപൊളി, എനിക്കിഷ്ടമാണ്. ഐ ലവ് സാമ്പാർ. വെജിറ്റബിളിൽ എന്തുണ്ടാക്കി തന്നാലും അതിന് രുചിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഐ ലവ് വെജിറ്റബിൾസ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ചെവിയിലാ അതവിടെ കിടക്കട്ട് എനിക്കെന്ത് കത്തര് കാണാൻ വേണ്ടിയിട്ട് എണീറ്റെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പറയുന്നത്.
അബുസ അബുസ അമ്മമാര് പറഞ്ഞ് നമ്മളിവിടുത്തെ ഹോട്ടലായതുകൊണ്ട് ശേഷം അമ്മമാര് പറഞ്ഞ് രാവിലെ വെളുപ്പാണ് 4 മണിക്ക് വരണം. അപ്പൊ ഈ ഫിഷ് ബോട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവര് ഫിഷ് ബോട്ട് ഫിഷിങ് കഴിഞ്ഞിട്ട് ഇവിടെ വരുമെന്ന്. അപ്പൊ ഭയങ്കര രസമാണ്. പക്ഷെ നമുക്കൊന്നും അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ ശരി എന്നാ. അവിടുത്തെ ഫുഡിന് അത്ര ഇഷ്ടമില്ല. അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. നോക്കണ്ട അത്ര എന്റെ സാധനം. എനിക്ക് കണ്ണ് കാണാൻ വയ്യ, വെട്ടടിക്കുന്നു. നിന്റെ കണ്ണാടി എടുത്തിട്. എന്റെ കണ്ണാടി ഇല്ല. നീ കണ്ണാടി ഇല്ല. ആ ബീച്ചിലോട്ട് നോക്കും, നല്ല രസോടാ. ഉണ്ട് അമ്മ ഐസ്ക്രീം തിന്നുന്നുണ്ട. ഉമ്മ എന്നാ ഐസ്ക്രീം കൊടുത്താൽ അവനെ ഇതാണ്ട് എനിക്കൊരു ഉമ്മ തന്ന ചലക്കാതിരിക്കാവോ പ്ലീസ്. സായിപ്പിന്റെ കുട്ടിയല്ലല്ലോടാ നീ. ഞാനൊരു സായിപ്പായിരിക്കുന്നത്. അവളും ഒരാഴ്ചങ്ങൾക്ക് ആക്ച്വലി വെഡിങ് ഉണ്ടായിരുന്നു എന്റെ ബോർഡർ കസിന്റെ. അപ്പൊ അതിന് വന്നവരാണ് നമ്മള്. എന്നിട്ട് നമ്മള് ഒരു 10 days ലീവ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് മറ്റന്നാൾ തിരിച്ചു. ഇനിയും നാട്ടിൽ ലീവിന് വരുമ്പോൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് സൺവ്യൂ ബീച്ച് റിസോർട്ടിനോടും ഫാക്കൽറ്റീസിനോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. The excellent service was given by the staff and hope to come back soon. Then നമ്മൾ പോയത് മാൻഗ്രോവ് ഐലൻഡിലേക്കാണ്. കോമഡി തന്നെ. നമ്മളൊന്നും വെള്ളത്തിൽ തന്നെ കിടന്നേനെ, എവിടെ നിന്നില്ല. പറ്റത്തില്ല. പക്ഷെ അല്ലെങ്കിൽ അത് ഭയങ്കര ഹെവി അല്ലേ. 1 മണിക്കൂറുണ്ടോ? 1 മണിക്കൂർ 1.5 മണിക്കൂർ. എങ്ങനെയായാലും 1 മണിക്കൂർ എടുക്കും. അങ്ങോട്ട് 1/2 മണിക്കൂർ, ഇങ്ങോട്ട് 1/2 മണിക്കൂർ. പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ താമസിക്കുന്ന 1/2 മണിക്കൂർ. ഇതിന്റെ കായലാണോ? ഏതാറാണ്? നിന്റെ ഫോണിന് ഭയങ്കര ക്ലാരിറ്റി അല്ല. ഫോട്ടോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക. കഷ്ടണ്ട് കണ്ണൊക്കെ തോലിച്ച് ആണല്ലോ അല്ലേ. അത് ഇങ്ങോട്ട് ചോദിച്ചാൽ ജാക്കറ്റ് കഴിച്ചിടുക കിട്ടുമോ? അത് നിന്റെ പേടിയാണ്. അത് Adam. Da? റിസോർട്ടാണോ? എങ്ങനെ ഫേമസ് ആയത്?
പക്ഷെ അതിന് മുമ്പ് ആൾക്കാർ വരുന്നുണ്ടായിരുന്നോ? ഇത്ര ഫേമസ് ആയില്ല. മീൻ ചാടി ഉണ്ടാ? ആ ഒരു ഫ്രണ്ടിന് ചാടി പോയി. അതും വളരെ ഫുഡ് കഴിക്കാൻ പോണു. ദൂരെ പോകുന്നതിന് ദൂരെ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് ഇരുട്ടും തോറും വവ്വാലിൻ്റെ സൗണ്ടും കേട്ടുള്ള ഈ കായലിൽ കൂടിയുള്ള കയാക്കിംഗ് എന്തോ എനിക്ക് പേടിയായി തുടങ്ങിയിരുന്നു. ഏതൊക്കെയോ ഹൊറർ മൂവീസിൻ്റെ സീൻസൊക്കെ എൻ്റെ മൈൻഡിൽ കൂടി മിന്നിമറഞ്ഞു. എങ്കിലും ട്രസ്റ്റ് മീ, ദ എക്സ്പീരിയൻസ് വാസ് ടോപ്പ് ദ നോച്ച്. നിങ്ങളും ലൈഫിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ലീവ് യുവർ ലേസിനെസ് ബിഹൈൻഡ് ബിക്കോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ബൈ ഫ്രം ആർ വർക്കല സ്റ്റേക്കേഷൻ.